Hello, good evening. So, welcome to Unit 5 Personality and Adjustment. ഇത് നമ്മൾ സൈക്കോളജിയിലെ പോർഷനാണ് എടുക്കുന്നത്. ഇപ്പോൾ യൂണിറ്റ് 5 പ്രധാനമായിട്ടും പേഴ്സണാലിറ്റി അതുമായിട്ടുള്ള തിയറീസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചും അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ അതായത് എഡ്യൂക്കേഷനും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ബന്ധമാണ് നോക്കുന്നത്. അപ്പോൾ ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ ഈസ് ദ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ എന്നുള്ളത്. അതായത് ഒരു വ്യക്തിയുടെ എല്ലാ തലത്തിലുമുള്ള ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതാണ് എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബേസിക്കായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമ്മൾ ഒരു ഓർഡിനറി യൂസേജിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിനെ റെഫർ ചെയ്തുകൊണ്ടാണ്, അല്ലെ, ഒരാളെ കാഴ്ചയ്ക്ക് കാണുമ്പോഴുള്ള ഇതിനെ റെഫർ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഓർഡിനറി യൂസേജിൽ എക്സ്റ്റേണൽ അപ്പിയറൻസ് ആണെങ്കിൽ ഫിലോസഫിക്കൽ വ്യൂവിൽ ഇറ്റ് ഈസ് ഇൻ്റർപ്രിറ്റഡ് ആസ് ദി സെൽഫ്. അതായത് ഒരാളുടെ നമ്മളെന്താ പറയുക, ഒരാളുടെ ശരിക്കുള്ള ഉള്ളിലുള്ള വരുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ അതിൽ പേഴ്സണാലിറ്റിയിൽ എക്സ്റ്റേണൽ അപ്പിയറൻസ് ഉണ്ട്, ദ സെൽഫ് ആൻഡ് മോർ. അതിൽ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ആസ്പെക്ട്സ് വരാം. ഇനി പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ് നോക്കാം. ഇത് ലാറ്റിൻ വേർഡായിട്ടുള്ള പെർസോണ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. പെർസോണ എന്ന് പറഞ്ഞാൽ മാസ്ക് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അതായത് പണ്ട് ഈ നാടകമൊക്കെ നടക്കുമ്പോൾ ആക്ടേഴ്സ് അവരുടെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ടും മാസ്കുകളാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ റോമൻ പീരീഡിൽ ഇതിന് ആക്ടർ എന്നുള്ള അർത്ഥമായിരുന്നു പെർസോണ എന്ന് പറയുന്ന വേർഡിന്. മോഡേൺ കോൺസെപ്റ്റിൽ ഈ ആക്ടർ എന്നുള്ള മീനിങ്ങിലും പേഴ്സണാലിറ്റിയെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി പേഴ്സണാലിറ്റിയുടെ ഒരു നേച്ചർ നോക്കുകയാണെങ്കിൽ ഇതൊരു ഫിക്സഡ് സ്റ്റേറ്റ് അല്ല. നമുക്ക് ഒരാളുടെ പേഴ്സണാലിറ്റി ഇതാണ് എന്നുള്ളത് നമുക്ക് ഫിക്സഡ് ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ അതൊരു ഡൈനാമിക് ടോട്ടാലിറ്റി ആണ് എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ചേഞ്ചസ് വരും എന്ന് പറയുന്നുണ്ട്. ഒരാളുടെ പേഴ്സണാലിറ്റിക്ക് ചേഞ്ചസ് വരാം. കാരണം എന്താണ്, അയാളുടെ നിരന്തരമായിട്ടുള്ള ഇൻട്രാക്ഷൻ വിത്ത് ദി എൻവയോൺമെൻറ്റ് ആൻഡ് അറൗണ്ട് ഹിം. അയാളുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ കാരണം അയാളുടെ പേഴ്സണാലിറ്റിയിൽ ചേഞ്ചസ് വരാം. ഇനി നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റി തീരുമാനിക്കുന്നത്, എങ്ങനെയാണ് ഇതിനെ ഇൻഫർ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് അനുമാനിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരാളുടെ കണ്ടക്ട്, ഒരാളുടെ ബിഹേവിയർ, ആക്ടിവിറ്റീസ് ആൻഡ് മൂവ്മെൻറ്റ്സ്, അയാളുടെ നമ്മളുമായി ഇടപെടുന്ന രീതികൾ, ആക്ടിവിറ്റീസ്, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഒരാളുടെ പേഴ്സണാലിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. എവറിത്തിങ് ദാറ്റ് കൺസേൺസ് ദ ഇൻഡിവിജ്വൽ എന്നുള്ളതാണ്. നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, പേഴ്സണാലിറ്റി ഈസ് ദ വേ an individual adjusts to the external environment. തൻ്റെ പുറമേയുള്ള ആ എൻവയോൺമെൻറ്റുമായിട്ട് അല്ലെങ്കിൽ തൻ്റെ പുറമേയുള്ള പരിസ്ഥിതിയുമായിട്ട് വൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ രീതിയെ പേഴ്സണാലിറ്റി എന്ന് പറയാം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ എക്സ്റ്റേണൽ എക്സ്പ്രഷൻ മെയ്ഡ് ഓൺ അതേഴ്സ്. ഒരാളെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന ഒരു തോന്നലെന്നോ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനെന്നോ അല്ലെങ്കിൽ അതിനെയൊക്കെ നമുക്ക് പേഴ്സണാലിറ്റി എന്ന് പറയാം. ഇനി ഡിഫൈൻ പേഴ്സണാലിറ്റി ഇതൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഡെഫിനേഷൻ ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും JW ആൽപോർട്ടിൻ്റെ ഈ ഡെഫിനേഷനാണ് എഴുതേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ഇറ്റ് വാസ് ഫോർ 2 മാർക്സ്. അപ്പോൾ ഇത് ഡെഫിനറ്റായിട്ടും ഇത് തന്നെ എഴുതിയാലായിരിക്കാം മേ ബി യു വിൽ ബി ഏബിൾ ടു സ്കോർ 2 മാർക്സ്. അപ്പോൾ ഡെഫിനേഷൻ ഓഫ് പേഴ്സണാലിറ്റിയിൽ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറയുന്നത് പേഴ്സണാലിറ്റിക്ക് ഒരു ഡെഫിനേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പറയാൻ പറ്റുന്ന ഒരു കാര്യമില്ല. പക്ഷെ ഒരുപാട് പേര് അതിനെ പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആണ് JW ആൽപോർട്ടിൻ്റെ ഈ ഡെഫിനേഷൻ. Personality is a dynamic organization within the individual of those psychophysical systems that determine his unique adjustment to his environment. അതായത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഡൈനാമിക് ഓർഗനൈസേഷനാണ് പേഴ്സണാലിറ്റി എന്ന് പറയാം. ഇതിൽ ഒരുപാട് സൈക്കോളജിക്കൽ ആയിട്ടുള്ളതും ഫിസിക്കൽ ആയിട്ടുള്ളതുമായിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്. അതെങ്ങനെയാണ് ഈ ഒരു വ്യക്തി അവൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അവൻ്റെ യുണീക്ക് വേ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റിനെയാണ് അത് ശ്രദ്ധിക്കുന്നത്. ഇവിടെ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം പേഴ്സണാലിറ്റി ഡൈനാമിക് ആണ്. അതിലൊരു ഓർഗനൈസ്ഡ് സെറ്റ് ഉണ്ട്. അതിൽ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇമോഷണൽ ട്രേറ്റ്സ് ഉണ്ട്. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് യുണീക്കാണ്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്, ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ ടു ഹിസ് എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ കോട്ട് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ വരുന്ന ഒരു തിയറിയാണ് ഇൻസ്റ്റൻറ്റ് തിയറി. അതായത് ഇൻസ്റ്റൻറ്റ് മീൻസ് ഒരാളുടെ ജന്മവാസന, ഒരാളുടെ പ്രകൃതി എന്നൊക്കെ നമുക്ക് പറയാം. ജന്മനാ തന്നെ കിട്ടുന്ന ചില
അത് ചിലപ്പോൾ പലർക്കും കോമൺ ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ MZ ഡൗഗൽ എന്നൊരു തീരാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം പറയുന്നു ഇൻഹെറിറ്റഡ് ഓർ ഇന്നേറ്റ്, അതായത് ഒന്നല്ലെങ്കിൽ പാരമ്പര്യമായി കിട്ടിയതോ അല്ലെങ്കിൽ നമുക്ക് ജന്മസിദ്ധമായി കിട്ടിയതോ ആയിട്ടുള്ള ഫിസിക്കൽ ഡിസ്പൊസിഷൻ, സൈക്കോ ഫിസിക്കലായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണത്. ദാറ്റ് ഡിറ്റർമൈൻസ് ഹിസ് പെർസ്യൂട്ട് ഓർ സെർച്ച് to perceive or to pay attention to objects of a certain class, to experience an emotional excitement of a particular quality. അതായത് ഇങ്ങനെ ജന്മസിദ്ധമായി കിട്ടിയിട്ടുള്ള ഈ ഒരു കഴിവ് അതെന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നു? അവൻ്റെ ഒരു സെർച്ചിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. അവൻ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനോടോ ഒരു ക്ലാസ്സിനോടോ അവനൊരു ശ്രദ്ധ കൊടുക്കുക, എന്നിട്ട് അവനിലൊരു കൈൻഡ് ഓഫ് ഇമോഷണൽ എക്സൈറ്റ്മെൻറ്റ് അത് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഹീ ഈസ് ടേക്കിംഗ് സം സോർട്ട് ഓഫ് ആക്ഷൻ ആൻഡ് ടു ആക്ട് ഇൻ റിഗാർഡ് ടു ഇറ്റ് ഇൻ എ പെർട്ടിക്കുലർ മാനർ, ഒരു പ്രത്യേക രീതിയിലായിരിക്കാം അതിനോട് പെരുമാറുന്നുണ്ടാവുക. or at least to experience an impulse to such an action. ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യും, അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു പ്രേരണ കാണിക്കും എന്നാണ് പറയുന്നത്. ഇപ്പം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കാം. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് പ്രേമം എന്ന് പറയുന്നൊരു വികാരം അല്ലേ. അപ്പം ഈ ഒരു സീന് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ദാറ്റ് ഹി ഫെൽ ഇൻ ലവ്, ഹി സോ ഹർ ആൻഡ് ഹി ഫെൽ ഇൻ ലവ് വിത്ത് ഹർ ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് അത്. അവൻ്റെ ഇൻസ്റ്റൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് പറയാം. പെട്ടെന്ന് തോന്നുന്ന ഒരു വികാരത്തിൻ്റെ പുറത്ത് ദാറ്റ് ഹി സോ ഹർ, ഹി ഫെൽ ഇൻ ലവ് വിത്ത് ഹർ, ഹി പ്രപ്പോസ്ഡ് ടു ഹർ. പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലുള്ള സീൻ്റെ അടുത്ത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് ഇൻസ്റ്റൻ്റ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ എക്സാമ്പിൾസ് ഓഫ് ഇൻസ്റ്റൻറ്റ്? എസ്കേപ്പ്, രക്ഷപ്പെടാനുള്ള ചിന്ത, ഫൈറ്റ് ചെയ്യാനുള്ളത്, റിപ്പൾഷൻ, ഒരാളോട് തോന്നുന്ന വിരോധം, ക്യൂരിയോസിറ്റി, പാരൻ്റൽ ഇൻസ്റ്റൻറ്റ്, കൺസ്ട്രക്ഷൻ, റെസ്ട്രിക്റ്റ് ചെയ്യുക, അക്വിസിഷൻ, ഗ്രിഗേറിയസ്നെസ്, സെക്സ്, സെൽഫ് അസേഷൻ, സെൽഫ് അബേസ്മെൻറ്റ്, സ്വയമായിട്ട് നമ്മളിങ്ങനെ നമ്മൾ അപമാനിക്കുമല്ലോ, അങ്ങനെ ചെയ്യാം. ഫുഡ് സീക്കിംഗ്, അപ്പീൽ, ലോഫ്റ്റർ, ലവ്, ഇതെല്ലാം ഇൻസ്റ്റൻസ് ആണ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കിയാൽ, ഒരു ഇൻസ്റ്റൻറ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത് ഇനേറ്റ് ആണ്, അതായത് ഇൻബോൺ ആയിട്ട് തന്നെയാണ്. ആ ടെൻഡൻസി എല്ലാവർക്കും ഉള്ളതാണ്. ഇനി ഇൻസ്റ്റൻറ്റ്, ഈ പറഞ്ഞ എല്ലാ ഇൻസ്റ്റൻസും എന്താണ്? യൂണിവേഴ്സൽ ആണ്. അത് എപ്പോഴും ഇറ്റ് വിൽ ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് എ വെൽബീങ് ഓഫ് ദി ഇൻഡിവിജ്വൽ. നമ്മളുടെ വെൽബീങ്ങിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും. ഇത് മെക്കാനിക്കൽ ആയിട്ടുള്ള ഒന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നും മാത്രമല്ല, പലപ്പോഴും അതിൽ ഇൻ്റലിജൻസും ഇൻവോൾവ് ആയിരിക്കാം. ഇൻസ്റ്റൻസിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ് നമുക്ക് മോഡിഫൈ ചെയ്യാന്നുള്ളത് നോക്കാം. മോഡിഫിക്കേഷൻ ഓഫ് ഇൻസ്റ്റൻറ്റ്, അതായത് എന്തിനാണ് മോഡിഫൈ ചെയ്യുന്നത്? അപ്പോൾ ഫസ്റ്റ് എന്താണ് അതിൻ്റെ പർപ്പസ്? എന്തെങ്കിലും ഒരു അൺഡിസൈറബിൾ ബിഹേവിയർ നമുക്ക് സോഷ്യലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ആ ഇൻസ്റ്റൻറ്റ്, ഇപ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വന്ന ഒരാളെ അടിക്കാൻ തോന്നുന്നതാണ്, അപ്പോൾ നമുക്കതൊരിക്കലും സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ അല്ല. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആണെങ്കിൽ പോലും നമ്മളത് എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും എന്നുള്ളതാണ്. ഇനി എഡ്യൂക്കേഷൻ്റെ റോൾ എന്താണ്? ഇത്തരത്തിലുള്ള ഇൻസ്റ്റൻസ് പലപ്പോഴും എന്തുണ്ടാവും? കുട്ടികളിലുണ്ടാവും. അപ്പോൾ അവരുടെ ക്യാരക്ടറിന് ചിലപ്പോൾ അത് എന്തായിരിക്കില്ല? ഹെൽപ്ഫുൾ ആയിരിക്കില്ല. അവരുടെ പേഴ്സണാലിറ്റിയിലേക്ക് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അവരെ ട്രെയിൻ ചെയ്യുക, റിഫൈൻ ചെയ്യുക, ആവശ്യമില്ലാത്ത ഇത്തരത്തിലുള്ള ഇൻസ്റ്റൻസിനെ മാറ്റി അതിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷനോടും ഇൻ്റലിജൻസിനോടും കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി എന്താണ് ക്യാരക്ടർ ആൻഡ് ടെമ്പറമെൻറ്റ്? പലപ്പോഴും പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു വേർഡിന് ഒരു സിനോണിം പോലെ ഒരു സിമിലർ ടേമായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ്. ഒന്ന് ക്യാരക്ടർ, അടുത്തത് ടെമ്പറമെൻറ്റ്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഫേസിൽ നമുക്ക് വേണമെങ്കിൽ പേഴ്സണാലിറ്റിയുടെ ഒരു സിനോണിം ആണെന്നൊക്കെ പറയും. ഇപ്പോൾ ജോൺ ആദം പറയുന്നത് ക്യാരക്ടർ ഈസ് ദ മോറൽ എസ്റ്റിമേറ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് ഇവാലുവേഷൻ. ക്യാരക്ടർ ഈസ് പേഴ്സണാലിറ്റി ഇവാലുവേറ്റഡ് ആൻഡ് പേഴ്സണാലിറ്റി ഈസ് ക്യാരക്ടർ ഡിവാലുവേറ്റഡ് എന്നുള്ളതാണ്. അതായത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ പുറമേ നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അതിലെ തന്നെ മോറൽ സൈഡിനെയാണ് നമ്മൾ എന്ത് പറയാം, അല്ലെങ്കിൽ ആ മോറൽ സൈഡിൻ്റെ ഇവാലുവേഷനെയാണ് നമ്മൾ എന്ത് പറയുക? ക്യാരക്ടർ എന്ന് പറയുക. അത് അവരുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, മോറൽ സൈഡിനെ. അതായത് മോറൽ ആസ്പെക്ട്സ് ഓഫ് ദി പേഴ്സണാലിറ്റിയാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. അതായത് ഒരാൾ ഓണസ്റ്റി, ഇൻറ്റഗ്രിറ്റി, റെസ്പോൺസിബിലിറ്റി, കൈൻഡ്നസ്, സെൽഫ് കൺട്രോൾ, ഇതൊക്കെ അവരുടെ ക്യാരക്ടറിൻ്റെ ഭാഗമാണ്. അപ്പോൾ എത്തിക്കൽ മോറൽ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് ഒരാളുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു റിസൾട്ടാണ് ക്യാരക്ടർ എന്ന് പറയാം. ടെമ്പറമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അഫക്റ്റീവ് നേച്ചർ ഓഫ് ദി ഇൻഡിവിജ്വൽ ആണ്. പേഴ്സണാലിറ്റിയുടെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്, ഒരിക്കലും ഒരു സെപ്പറേറ്റ് പാർട്ടല്ല. അതായത് ടെമ്പറമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഒരാൾ ഷോർട്ട് ടെമ്പേർഡാണ്, പെട്ടെന്ന് ദേഷ്യം വരും എന്ന് പറയും അല്ലേ. അപ്പോൾ അത് അയാളുടെ ഒരു
പ്രത്യേകതരം ഒരു സ്വഭാവത്തിനെയാണ് കാണിക്കുന്നത്. ഈ ഒരു റോ ആയിട്ടുള്ള ഈ മോറൽ സൈഡ് ഇല്ലാത്ത ഇങ്ങനെ പച്ചയായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ് ഒരു മനുഷ്യൻ ബേസിക്കലി എന്നുള്ളതിനെയാണ് ആ ടെമ്പറമെൻറ്റ് എന്നുള്ളത് കൊണ്ട് കാണിക്കുന്നത്. ഇപ്പോൾ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ആളായിരിക്കാം. അപ്പോൾ അയാളുടെ ഒരു അഫക്റ്റീവ് നേച്ചർ, അയാളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയാണ് ടെമ്പറമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്താണുള്ളത് നോക്കാം. അപ്പോൾ ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ വുഡ്വർത്തിൻ്റെ ഡെഫിനേഷൻ ഇതാണ്: എ ട്രെയ്റ്റ് ഈസ് സം പർട്ടിക്കുലർ ക്വാളിറ്റി ഓഫ് ബിഹേവിയർ which characterizes the individual in a wide range of his activities and which is fairly consistent over a period of time. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്വാളിറ്റി, ഇപ്പം നമുക്കെല്ലാം പല ക്വാളിറ്റീസ് ഉണ്ടാവാം, പല രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്കുള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ബിഹേവിയറിനെ ആണ് ഒരു ട്രെയ്റ്റ് എന്ന് പറയുന്നത്. അത് ഒരു ട്രെയ്റ്റ് മാത്രമല്ല, പല രീതിയിലുള്ള, ഇപ്പം നേരത്തെ പറഞ്ഞ ഓണസ്റ്റി, ഇൻറ്റഗ്രിറ്റി, സെൽഫ് കൺട്രോൾ, ഇതൊക്കെ പല രീതിയിലുള്ള ട്രെയ്റ്റുകളാണ്. ഓക്കെ, പക്ഷേ നമ്മളിപ്പം ആ ട്രെയ്റ്റ് അവിടെ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. എത്ര നാളുകൾ നമ്മൾ നോക്കുകയാണെങ്കിലും ആ ഒരു ട്രെയ്റ്റ് അവരിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ട്രെയ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിനോണിം ആൻറ്റോണിം ആയിട്ട് ഓണസ്റ്റി, ഡിസോണസ്റ്റി, ഇൻഡിപെൻഡൻസ്, ഡിപെൻഡൻസ്, ഫ്ലെക്സിബിലിറ്റി, റിജിഡിറ്റി, സോഷ്യബിലിറ്റി, വിത്ത്ഡ്രോ, ഇതൊക്കെ ചില ട്രെയ്റ്റ്സ് ആണ്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കും, പിന്നെ അതിലൊരു യൂണിറ്റി ഉണ്ടാവും, കൺസിസ്റ്റൻസി ഉണ്ടാവും, കണ്ടിന്യൂറ്റി ഉണ്ടാവും. പിന്നെ നമുക്ക് പലപ്പോഴും അതിൻ്റെ പാറ്റേൺസ് നമുക്ക് പലപ്പോഴായിട്ട് വിസിബിൾ ആയിരിക്കും. ഓണസ്റ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്, സോഷ്യബിലിറ്റി ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി, ഇതൊക്കെ വിസിബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. സ്റ്റേബിൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി റോബസ്റ്റ് ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ തരം തിരിച്ചിട്ടുണ്ട്. അതായത് ഒരു സ്ട്രോങ് ആൻഡ് ഹെൽത്തി പേഴ്സണാലിറ്റിയിലുള്ള ട്രെയ്റ്റ്സ് ആണ്. അപ്പോൾ എന്താണ് ഇൻഫ്ലുവൻസ് ഓഫ് ട്രെയ്റ്റ്സ് എന്ന് നോക്കിയാൽ, എല്ലാ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സും ഒരാളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ചില ഭയങ്കര സ്ട്രോങ് ആൻഡ് ഇൻഡെപ്ത് ആയിട്ടുള്ള ട്രെയ്റ്റ്സ് എന്തായിരിക്കും, മറ്റ് ട്രെയ്റ്റ്സിനെ ഡോമിനേറ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഈ ഡോമിനേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഡോമിനൻ്റ് ആയിട്ടുള്ള ഈ ട്രെയ്റ്റ്സിനെയാണ് റോബസ്റ്റ് ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. ഇത് ഒരാളിൽ പല തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവാം, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവാം. അതിലേതെങ്കിലും ഒന്ന് മറ്റെല്ലാത്തിനും ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടാവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗാന്ധിജിയെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഹിംസ എന്ന് പറയുന്ന ചിന്ത, അതാണ് അദ്ദേഹത്തിൻ്റെ ഡോമിനൻ്റ് ട്രെയ്റ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ സ്ട്രോങ് അദറൻസ് ടു നോൺ വയലൻസ്, അതുപോലെ തന്നെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ റോബസ്റ്റ് ട്രെയ്റ്റ്സ് ആണ്. അത് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ വരുന്ന ഒരു കാര്യമാണ്. ഇനി ദുർവാസാവിനെ കുറിച്ച് എന്താ നമ്മൾ കേട്ടിട്ടുള്ള, ഭയങ്കര ദേഷ്യമാണ് അല്ലേ, ലാക്ക് ഓഫ് ടോളറൻസ്, അൺകൺട്രോൾഡ് ആങ്കർ, ഇതൊക്കെയാണ് ദുർവാസാവിൻ്റെ റോബസ്റ്റ് ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. ആ പേഴ്സണിൽ ഏറ്റവും നമുക്ക് വിസിബിളായിട്ടുള്ള ട്രെയ്റ്റ്സിനെയാണ് നമ്മൾ എന്താ പറയുക, റോബസ്റ്റ് ട്രെയ്റ്റ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി ഒപ്പോസിങ് ട്രെയ്റ്റ്സ്, അത് പരസ്പര വിരുദ്ധമായിട്ടുള്ള ട്രെയ്റ്റ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ പേഷ്യൻസ് എന്ന് പറയുന്നതിന്, ക്ഷമ എന്ന് പറയുന്നത്, ടോളറൻസ് എന്ന് പറയുന്നതൊക്കെ ട്രെയ്റ്റ്സ് ലൈക്ക് ആങ്കർ ആൻഡ് ഇൻടോളറൻസിൻ്റെ ഓപ്പോസിറ്റ്സ് ആണ്. അപ്പോൾ സൈക്കോളജിസ്റ്റ് ഐഡൻറ്റിഫൈ സച്ച് റോബസ്റ്റ് ട്രെയ്റ്റ്സ് ആസ് പെയർസ് ഫാളിങ് അറ്റ് ടു എൻഡ്സ് ഓഫ് എ കണ്ടിന്യൂം. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഹൈലി പേഷ്യൻസ് ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരിക്കലും മേ ബി ആങ്കർ എന്ന് പറയുന്ന ആ ഒരു ട്രെയ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അത് രണ്ടും ഒന്നിച്ച് വരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഈ എല്ലാ ട്രെയ്റ്റ്സിനെയും കൂടെ ഒരു ആകത്തുകയാണെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ബിഹേവിയറിലേക്ക് ഇവരെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പേഴ്സണാലിറ്റി. അപ്പോൾ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ അൺബാലൻസ്ഡ് ആവാം. അത് പലപ്പോഴും നമ്മുടെ ഒരു അബ്നോർമൽ ബിഹേവിയർ, ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും സാമൂഹ്യ വിരുദ്ധം എന്നൊക്കെ, ആ ഒരു രീതി, ആ ഒരു ലേബലിലേക്ക് വരെ നമ്മൾ നമ്മുടെ പല ട്രെയ്റ്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം, സൊസൈറ്റിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇവിടെ നോൺ ഇൻ്റഗ്രേഷൻ്റെ പ്രശ്നത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പോലീസിന് കോർഡിനേഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഒരു വയലൻറ്റ് മൊബിനെ കൺട്രോൾ ചെയ്യാൻ ഇതൊരിക്കലും പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ആസ് എ പോലീസ് ഫോഴ്സ് അവർക്ക് വേണ്ട ചില ട്രെയ്റ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഒരു വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി വേണമെങ്കിൽ ഇൻ്റഗ്രേഷൻ ഓഫ് ട്രെയ്റ്റ്സ് വേണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ക്യാൻ ഓൺലി ക്രിയേറ്റ് എ പോസിറ്റീവ് ഹാർമണി ഇൻ ഹിസ് ഓർ ഹർ ബിഹേവിയർ എന്നുള്ളതാണ് പറയുന്നത്.
ഇനി അടുത്ത ചാപ്റ്റർ 21, ഇവിടെ അപ്രോച്ചസ് ആൻഡ് തിയറീസ് ടു സ്റ്റഡി പേഴ്സണാലിറ്റി. ഇപ്പോൾ സൈക്കോളജിസ്റ്റുകൾ പേഴ്സണാലിറ്റി തിയറീസിനെ 3 ബ്രോഡ് ആയിട്ടുള്ള കാറ്റഗറീസിലേക്ക് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ട്രേറ്റ് അപ്രോച്ച്, 2 സൈക്കോഅനാലിറ്റിക് അപ്രോച്ച്, 3 ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ഇപ്പോൾ ഇതിൽ സൈക്കോഅനാലിറ്റിക് അപ്രോച്ച് നിങ്ങൾ പലപ്പോഴായി പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ ആദ്യം എന്താണ് ട്രേറ്റ് അപ്രോച്ച് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ട്രേറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരാളുടെ സ്വഭാവ ലക്ഷണം എന്നുള്ളതാണ് അതിൻ്റെ മലയാളം മീനിങ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പലരെക്കുറിച്ചും പറയുമ്പോൾ ഭയങ്കര ഓണസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ആണ്, ഭയങ്കര ദേഷ്യമാണ്, അഗ്രസീവാണ്, ലേസിനെസ് ആണ് എന്ന് പറഞ്ഞാൽ പല ലേബൽ കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ട്രേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള, നമുക്ക് യുണീക്കായിട്ടുള്ള ചില തോട്ട്സ്, ഫീലിങ്സ്, ഈ ആക്ഷൻസ് ഒക്കെയാണ്. അതാണ് നമ്മളെ മറ്റുള്ള ആളുകളിൽ നിന്നും മാറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ അവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. ഇപ്പോൾ ട്രേറ്റിൻ്റെ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ഇതൊരു കൺസിസ്റ്റൻറ്റ് സ്റ്റൈൽ ഓഫ് ബിഹേവിയർ ആണ്, വിച്ച് ഈസ് യുണീക്ക് ടു ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന് മാത്രമായിട്ടുള്ള പക്ഷെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിനെ നമുക്ക് ട്രേറ്റ് എന്ന് പറയാം. ഇപ്പോൾ അക്യുറസി എന്ന് പറയുന്നത് ഒരാളുടെ ട്രേറ്റ് ആണ്. അതായത് നമ്മൾ ഒരാളെ കുറിച്ച് പറയാം പഞ്ച്വലാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആൾ എല്ലാ അവസരത്തിലും എന്ത് ആയിരിക്കണം, പഞ്ച്വലായിരിക്കണം. ഇപ്പോൾ നമ്മൾ പറയുകയാണ് സെൻസ് ഓഫ് ഹ്യൂമർ ഒരാളുടെ ട്രേറ്റ് ആണെങ്കിൽ ഏത് അവസരത്തിലും അയാൾക്ക് ആ സെൻസ് ഓഫ് ഹ്യൂമർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, ഇനി ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഡിഗ്രി ഓഫ് ട്രേറ്റ് എന്ന് പറയുന്നത് വേരി ചെയ്യാം. ചിലപ്പോൾ ഹൈ ലെവലാവാം, ചിലപ്പോൾ ലോ ലെവലായിരിക്കാം, പക്ഷെ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കും അക്രോസ് ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. എന്ത് സിറ്റുവേഷൻ വന്നാലും അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കാം. പക്ഷേ ഈ ബിഹേവിയറിൽ ഒരു ഫ്ലക്ച്വേഷൻ വരാണ്, ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ ഒരു ഫ്ലക്ച്വേഷൻ വരികയാണെങ്കിൽ അതിനെ നമുക്ക് ഒരിക്കലും ഒരു സ്റ്റേബിൾ ട്രേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾക്ക് സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മരണ വീട്ടിൽ പോയാലും ഹി വിൽ ഹാവ് ദ സെയിം സെൻസ് ഓഫ് ഹ്യൂമർ എന്നുള്ളതാണ്. ഒന്നും ആ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ളത് കോമൺ ആയിട്ട് നമുക്ക് തൃശ്ശൂർക്കാർക്ക് ഉണ്ടെന്നൊക്കെ പറയാം. ഇപ്പോൾ ഇവരൊരിക്കലും മരിച്ചു എന്നൊന്നും പറയില്ല. തൃശ്ശൂരുകാർ എന്താ പറയുക, ജോസേട്ടൻ പാടായിട്ടാ എന്നാണ് പറയുക. അതിൽ പോലും ആ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ കൊണ്ടുവരുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഡിഗ്രി കുറയാം, ഹൈ ഓർ ലോ ആവാം സെൻസ് ഓഫ് ഹ്യൂമറിൻ്റെ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ. പക്ഷേ ആ ഒരു ട്രേറ്റ് എന്തായിരിക്കും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി ഡെഫിനിഷൻ ഓഫ് ട്രേറ്റ് ബൈ സൈക്കോളജിസ്റ്റ്, ഈ ഡെഫിനിഷൻസ് ഒക്കെയാണ് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എഴുതേണ്ടത്. എ പ്രോപ്പർട്ടി വിത്തിൻ ദ ഇൻഡിവിജ്വൽ ദറ്റ് അക്കൗണ്ട്സ് ഫോർ ഹിസ് യുണീക്ക് ബട്ട് റിലേറ്റീവ്ലി സ്റ്റേബിൾ റിയാക്ഷൻസ് ടു ദി എൻവയോൺമെൻറ്റ്. അതായത് ഒരു ഇൻഡിവിജ്വലിലുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് ട്രേറ്റിനെ പറയാം. അത് യുണീക്കായിരിക്കാം, പക്ഷേ പിന്നെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, അത് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു റിയാക്ഷൻ ആണ്. വാട്ട് എവർ ബി ദ സിറ്റുവേഷൻ, എന്ത് എൻവയോൺമെൻറ്റ് വന്നാലും റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ 3 തിയറിസ്റ്റിൻ്റെ കാര്യങ്ങളാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് JW ആൽപോർട്ട്, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയുടെ ഒരു ഡെഫിനേഷൻ നമ്മൾ കണ്ടിരുന്നു. പിന്നെ RB കാറ്റൽ, പിന്നെ HJ ഐസെങ്ക്. ആദ്യം നമുക്ക് ആൽപോർട്ടിൻ്റെ തിയറി ഓഫ് പേഴ്സണൽ ഡിസ്പൊസിഷൻ എന്നുള്ളത് നോക്കാം. ഡിസ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു മനസ്ഥിതി, ഒരു മെൻ്റൽ കണ്ടീഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ആൽപോർട്ടിൻ്റെ ട്രേറ്റ് തിയറി, ഗോർഡൻ W ആൽപോർട്ട് ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. And he is widely regarded as one of the founding figures in the study of personality. അദ്ദേഹത്തിൻ്റെ ട്രേറ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റിയിൽ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ദി യുണീക്നെസ് ഓഫ് ഇൻഡിവിജ്വൽസ്, അതുപോലെ തന്നെ ദ ഇമ്പോർട്ടൻസ് ഓഫ്, അതായത് പേഴ്സണൽ ഡിസ്പൊസിഷൻ, അവർക്ക് കോമൺ ആയിട്ടുള്ള ചില മനസ്ഥിതികൾ ഇൻ ഷേപ്പിംഗ് ബിഹേവിയർ. ഇപ്പോൾ ട്രേറ്റ് അപ്രോച്ചിൽ നോക്കുകയാണെങ്കിൽ ആൽപോർട്ടാണ് ഫസ്റ്റ് തിയറിസ്റ്റ് ഈ ട്രേറ്റ് അപ്രോച്ചിനെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരാളുടെ പേഴ്സണൽ ഡിസ്പൊസിഷൻ വെച്ച് ട്രേറ്റ്സിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ബേസിക് യൂണിറ്റ്സ് ഓഫ് പേഴ്സണാലിറ്റിയിൽ ആൽപോർട്ട് പറയുന്നത്, ഈ പേഴ്സണാലിറ്റിയിൽ ചില ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉണ്ട്. ഓരോ പേഴ്സണും എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഒരു യുണീക്ക് സെറ്റ് ഓഫ് ദീസ് ഓർഗനൈസ്ഡ് ടെൻഡൻസീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഡ്യൂറിങ് ദെയർ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ 3 ടൈപ്പ് ഓഫ് ട്രേറ്റ്സ് ആണ് ആൽപോർട്ടിൻ്റെ ട്രേറ്റ് തിയറിയിൽ പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് കാർഡിനൽ ട്രേറ്റ് ആണ്, രണ്ടാമത്തത് സെൻട്രൽ ട്രേറ്റ്സ്, മൂന്നാമത്തത് സെക്കൻഡറി ട്രേറ്റ്സ്. ഓക്കെ, ഇതാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡിനൽ ട്രേറ്റ്സ് നോക്കാം. കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറഞ്ഞത്, ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട റോബസ്റ്റ് ട്രേറ്റ്സ് ഉണ്ടല്ലോ, ഡോമിനൻ്റ് ആയിട്ടുള്ള ട്രേറ്റ്സ്, അതെൻ്റെ മറ്റൊരു ടേമാണ് കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡോമിനൻ്റ് ട്രേറ്റ്സ് ആണ്. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിനെ എല്ലാ ആസ്പെക്റ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ നമുക്ക് കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയാം. നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഒരു സ്ട്രോങ് സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടെങ്കിൽ എല്ലാ സിറ്റുവേഷനിലും അവർ ഹ്യൂമറസ് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി കാർഡിനൽ ട്രേറ്റ്സിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അംബീഷൻ എന്ന് പറയുന്നത്, ഒരാൾക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അംബീഷൻ ഉണ്ടെങ്കിൽ എല്ലാ ആസ്പെക്ട്സ് ഓഫ് ലൈഫിലും
അതായത് കരിയർ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പേഴ്സണൽ ഗോൾ ആയിക്കോട്ടെ, എല്ലാത്തിലും അംബീഷ്യസ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. എല്ലാ രീതിയിലും അവരുടെ എല്ലാ ബിഹേവിയറിലും നമുക്കത് കാണാം. മറ്റൊരു കാർഡിനൽ ട്രേറ്റ്സ് ആണ് ആൾട്രൂയിസം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചിലപ്പോൾ 2 കാർഡിനൽ ട്രേറ്റ്സ് 2 or 4 പറയാൻ പറ്റും. ഇപ്പം മിനിമം ഒരു 4 നോക്കി വയ്ക്കാം. അടുത്തതാണ് സെൽഫ് സാക്രിഫൈസ് ഓർ ആൾട്രൂയിസം. അതായത് ഈ ആൾട്രൂയിസം എന്ന് പറയുന്ന കാർഡിനൽ ട്രേറ്റ് ആയിട്ടുള്ള ഒരാൾ എന്ത് സിറ്റുവേഷൻ വന്നാലും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് മുൻപിട്ട് നിൽക്കുന്നവരായിരിക്കും. അവർ ഭയങ്കര സെൽഫ്ലെസ് ആയിരിക്കും, കെയറിങ് ആയിരിക്കും. എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ പോലും അവർ ആ ഒരു ബിഹേവിയർ കാണിക്കും എന്നുള്ളത്. പിന്നെ ഈ കാർഡിനൽ ട്രേറ്റ്സിൻ്റെ പ്രത്യേകത മറ്റ് ട്രേറ്റ്സിനെ ഓവർ റൂൾ ചെയ്യുകയും ആ ഇൻഡിവിജ്വലിനെ എൻ്റയർ പേഴ്സണാലിറ്റിയെ ഷേപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് സെൻട്രൽ ട്രേറ്റ്സ്. അപ്പോൾ സെൻട്രൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത് ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ് നമുക്കൊരു പേഴ്സണെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കാർഡിനൽ ട്രേറ്റ്സിൻ്റെ അത്രയും ഡോമിനൻ്റ് ആയിരിക്കില്ല, പക്ഷേ എന്നാലും നമുക്കത് ജനറലൈസ് ചെയ്ത് പറയാനായിട്ട് സാധിക്കും ഒരാളുടെ ബിഹേവിയറൽ പാറ്റേണിൽ നിന്ന്. ഇതിൻ്റെ എക്സാമ്പിളാണ് ഓണസ്റ്റി, കൈൻഡ്നെസ്, സബ്മിസീവ്നെസ് എക്സെട്ര. അപ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റി നമുക്ക് അസസ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു 5-10 സെൻട്രൽ ട്രേറ്റ്സ് നമുക്ക് അറിഞ്ഞാൽ മതി. ഇപ്പം കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ 1 മാക്സിമം 2 ആയിരിക്കാം ഉണ്ടാവുന്നത്. പക്ഷേ സെൻട്രൽ ട്രേറ്റ്സ് എത്ര വേണമെങ്കിലും ഉണ്ടാവും. ഒരു 5 to 10 ട്രേറ്റ്സ് വരെ മിനിമം ഒരാളിൽ ഉണ്ടാവാം എന്നുള്ളതാണ്. പിന്നെ വരുന്നതാണ് സെക്കൻഡറി ട്രേറ്റ്സ്. ഈ സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറയുന്നത് കാർഡിനലിൻ്റെയോ സെൻട്രൽ ട്രേറ്റ്സിൻ്റെ അത്രയും ഡോമിനൻ്റ് ഒന്നുമല്ല. ചില പർട്ടിക്കുലർ സിറ്റുവേഷനിലൊക്കെ ആയിരിക്കാം അത് വരുന്നത്. പക്ഷേ ഇപ്പം തീരെ ദേഷ്യപ്പെടാത്ത വളരെ കാമായിട്ടുള്ള ഒരാളായിരിക്കാം, പക്ഷെ പെട്ടെന്നൊരു അവസരത്തിൽ അദ്ദേഹം പോലും ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അതൊരിക്കലും അയാളുടെ ട്രേറ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഒരു ആളുടെ പേഴ്സണാലിറ്റിയുടെ ഇൻ്റഗ്രൽ പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, അതിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ ട്രേറ്റ്സ് സൂപ്പർഫിഷ്യലാണ്, നമുക്ക് മോഡിഫയബിൾ ആണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡറി ട്രേറ്റ്സിനെ ആറ്റിറ്റ്യൂഡ്സ് എന്നുള്ള പേരിലും ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ കോർ ക്യാരക്ടറിനെ ഒരിക്കലും നമുക്ക് ഈ സെക്കൻഡറി ട്രേറ്റ്സ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് ചേഞ്ചസ് വരാം. പിന്നെ അത് ഒബ്സർവബിൾ ആണ്. ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കാം അത് വരുന്നത്. The combination of cardinal traits with a few central traits form the core of an individual's personality. ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ ബേസിക് എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ കാർഡിനൽ ട്രേറ്റ്സും അതുപോലെ തന്നെ കുറച്ച് സെൻട്രൽ ട്രേറ്റ്സും. ഇതാണ് ഒരാളുടെ പേഴ്സണാലിറ്റി. ബാക്കിയുള്ള ട്രേറ്റ്സ് ജനറലൈസ്ഡ് ആയിട്ടുള്ള, അതായത് എല്ലാവരിലും കോമൺ ആയിട്ടുള്ള, ലെസ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, മറ്റുള്ളവരിൽ വരെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ട്രേറ്റ്സിനെ നമ്മൾ കോമൺ ട്രേറ്റ്സ് എന്ന് പറയും. അപ്പോൾ ആൽപോർട്ടിൻ്റെ തിയറി പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഡിവിജ്വലും ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് ആണ്, ബട്ട് ദേ ഷെയർ സം കോമൺ ട്രേറ്റ്സ് വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് കൾച്ചറൽ നോംസ് എന്നാണ് പറയുന്നത്. എല്ലാവരിലും ഡിഫറെൻ്റ് ആണ്, പക്ഷെ എന്നാൽ എല്ലാവരിലും കോമൺ ആയിട്ട് കുറച്ച് ട്രേറ്റ്സും കൂടി ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തത് കാറ്റലിൻ്റെ തിയറി ഓഫ് സർഫേസ് ആൻഡ് സോഴ്സ് ട്രേറ്റ്സ്. ഇപ്പോൾ റെയ്മണ്ട് കാറ്റൽ ഒരു ബ്രിട്ടീഷ് അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹവും ഫീൽഡ്സ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് സൈക്കോമെട്രിക്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്, 16 PF മോഡലാണ്. ഇതിൽ അദ്ദേഹം 16 അല്ലെങ്കിൽ 16 പ്രൈമറി പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമൻ ബിഹേവിയറിനെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ അനലൈസ് ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട 16 കീ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഇതിങ്ങനെ തന്നെ പഠിക്കേണ്ടതായിട്ട് വരും കേട്ടോ. കാരണം ഇത് ചിലപ്പോൾ ചോദിക്കാം. ഇത് ആരുടെയാണെന്നുള്ളത് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് ഇതിലെ എലമെൻറ്റ് എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ ഈ 16 ഇങ്ങനെ തന്നെ പഠിക്കേണ്ടി വരും. ഒന്നാമത്തേത് അബ്സ്ട്രാക്റ്റഡ്നെസ് ആണ്. അതിൽ വരുന്നത് ഇമാജിനേറ്റീവ് വേഴ്സസ് പ്രാക്ടിക്കൽ, ദെൻ വാംത്ത്, ഔട്ട് ഗോയിങ് വേഴ്സസ് റിസർവ്ഡ്, വിജിലൻസ്, സസ്പീഷ്യസ് വേഴ്സസ് ട്രസ്റ്റിംഗ്, ടെൻഷൻ, ഇംപേഷ്യൻ വേഴ്സസ് റിലാക്സ്ഡ്. അത് 2 എക്സ്ട്രീമാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ ഒരാൾ ടെൻഷനുള്ള ഒരാൾ ഇംപേഷ്യൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിരിക്കും. 2 എക്സ്ട്രീമാണ് പറയുന്നത്. അപ്രിഹെൻഷൻ, വറീഡ് വേഴ്സസ് കോൺഫിഡൻറ്റ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, കാം, ആങ്ഷ്യസ്, ലൈവ്ലിനെസ്, സ്പോണ്ടേനിയസ്, റെസ്ട്രെയിൻറ്റ്, ഡോമിനൻസ്, ഫോഴ്സ്ഫുൾ ആൻഡ് സബ്മിസീവ്. അങ്ങനെ കുറേ ഒരു 16 പറയുന്നത്. 16 നോക്കുക. അപ്പോൾ ഈ ട്രേറ്റ്സിനെ എല്ലാം തന്നെ ഒരു പേഴ്സണാലിറ്റിയുടെ സ്ട്രക്ചറായിട്ടാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത്. വിച്ച് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം പാറ്റേൺസ് ഓഫ് ബിഹേവിയർ. ഒരാളുടെ ബിഹേവിയറിൽ നിന്ന് നമുക്ക് ഈ പേഴ്സണാലിറ്റി ഇതിൽ ഏതാണ് ആ വ്യക്തി എന്നുള്ളത്, ടെൻഡർ ആണോ, സെൽഫ് സഫിഷ്യൻ്റ് ആണോ, കോൺക്രീറ്റ് ആണോ, സ്റ്റബേൺ ആണോ, ഫ്ലെക്സിബിൾ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതാണ് പറയുന്നത്. ഹി ക്ലാസിഫൈഡ് ട്രേറ്റ്സ് ഇൻ ടു 4 കാറ്റഗറീസ്. ഇദ്ദേഹവും 4 കാറ്റഗറീസ് 16 PF മോഡലിലെ
പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ആണെന്നെങ്കിൽ ഇദ്ദേഹവും 4 കാറ്റഗറീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആൽപോർട്ടിൻ്റെ തിയറിയിൽ വരുന്ന കോമൺ ട്രേറ്റ് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയിലും ചിലപ്പോൾ കുറച്ച് പേര് സെയിം ആണെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും മൈനർ ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെന്തായാലും നോട്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. 4 കാറ്റഗറീസിൽ ആദ്യം വരുന്നത് കോമൺ ട്രേറ്റ്, ദെൻ യുണീക്ക് ട്രേറ്റ്, ദെൻ സർഫേസ് ട്രേറ്റ്, ദെൻ സോഴ്സ് ട്രേറ്റ്സ്. അപ്പോൾ കോമൺ ട്രേറ്റ് എന്നുള്ളത് നോക്കാം. ഇവിടെ പറയുന്നത് ട്രേറ്റ്സ് ദാറ്റ് ആർ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് ദ പോപ്പുലേഷൻ. അതായത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ്, ഒരുപാട് ഇൻഡിവിജ്വൽസിൽ നമുക്ക് കാണാൻ പറ്റും. അവരെ വേണമെങ്കിൽ ഒരു ലാർജ് ഈ ട്രേറ്റ്സ് ഉള്ള ആളുകളെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു ലാർജ് ഗ്രൂപ്പായിട്ട് തന്നെ മാറ്റാവുന്നതാണ്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന ഓണസ്റ്റി, അഗ്രഷൻ, കോപ്പറേഷൻ ഒക്കെയാണ്. അടുത്തത് യുണീക്ക് ട്രേറ്റ്. യുണീക്ക് എന്ന് പറയുന്ന വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് ആർ യുണീക്ക് ടു ആൻ ഇൻഡിവിജ്വൽ എന്നുള്ളതാണ്. അതിൽ ടെമ്പറമെൻ്റൽ ആയിട്ടുള്ള ട്രേറ്റ്സ് വരാം, ആങ്കർ അല്ലെങ്കിൽ ഇമോഷണൽ റിയാക്ഷൻസ് വരാം, ഹാപ്പിനെസ്, സാഡ്നെസ്, ഫിയർ, ചിലപ്പോൾ കരയാന്നുള്ളത്, ക്രൈങ് എന്നുള്ളത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ട്രേറ്റ് ആയിരിക്കാം ഫോർ എ പേഴ്സൺ. അങ്ങനെ ഒരാളുടെ യുണീക്നെസ് ഡിഫൈൻ ചെയ്യുന്ന ഒന്നാണ് ഇത്. ഇനി സർഫേസ് ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ട്രേറ്റ്സ് ദാറ്റ് ആർ ഈസിലി റെക്കഗ്നൈസ്ഡ് ത്രൂ ഔട്ട്വേർഡ് ബിഹേവിയർ ഓർ ആക്ഷൻസ് എന്നാണ്. അതായത് നമുക്കത് മനസ്സിലാവുന്നത് ഈ വ്യക്തിക്ക് ഈ ഒരു ട്രേറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് പുറമേ അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻ്റ് ആയിട്ടോ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത് കൊണ്ടാണ്. നോട്ട് ഡീപ്ലി ഇൻഗ്രെയിൻ ബട്ട് ഒബ്സർവബിൾ. പക്ഷെ നമുക്ക് ഒരാളുടെ ബിഹേവിയറിൽ നിന്ന്, ആക്ടിവിറ്റീസിൽ നിന്ന് നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ക്യൂരിയോസിറ്റി, ഡിപ്പെൻഡബിലിറ്റി, ടാക്ട്ഫുൾനെസ് ഒക്കെ സർഫേസ് ട്രേറ്റ്സ് ആണ്. സോഴ്സ് ട്രേറ്റ് എന്ന് പറയുന്നത് അണ്ടർലൈങ് ദ സ്ട്രക്ചറൽ സോഴ്സസ് ദാറ്റ് ഡിറ്റർമൈൻ ആൻ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ. ഒരു ആളുടെ ബിഹേവിയറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന സ്ട്രക്ചറൽ സോഴ്സസ് ആണ്. ഇത് നമുക്ക് ഒബ്സർവബിൾ അല്ല, സർഫേസ് ട്രേറ്റ്സിൻ്റെ അത്രയും ഒബ്സർവബിൾ അല്ല, പക്ഷേ എങ്കിലും ബിഹേവിയറിൽ നിന്നും നമുക്ക് അനുമാനിച്ചെടുക്കാം. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഡോമിനൻസ്, സബ്മിഷൻ, ഇമോഷണാലിറ്റി ഒക്കെ. ഇപ്പോൾ കാറ്റൽസിൻ്റെ തിയറി അട്രിബ്യൂട്ട് ചെയ്യുന്നത് പേഴ്സണാലിറ്റിയുടെ തന്നെ ചില സ്പെസിഫിക് ഡയമെൻഷൻസിനോടെയാണ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ ഈ ഏതെങ്കിലും ട്രേറ്റ്സ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവർ എക്സിബിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഐസങ്ങിൻ്റെ തിയറി ഓഫ് 3 ബേസിക് ഡയമെൻഷൻ. ഹാൻസ് ഐസങ് ഒരു ജർമ്മൻ ബോൺ ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം സ്റ്റഡി ഓഫ് പേഴ്സണാലിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഐസങ് പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനെയർ, EPQ. അത് സൈക്കോളജിക്കൽ അസസ്മെൻറ്റിനൊക്കെ വളരെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഇനി അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് പേഴ്സണാലിറ്റി 3 ഫണ്ടമെൻ്റൽ ഡയമെൻഷനിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് എക്സ്ട്രാവേർഷൻ, വേറൊന്ന് ന്യൂറോട്ടിസിസം, പിന്നൊന്ന് സൈക്കോട്ടിസിസം. ആൻഡ് ഹീ പ്രപ്പോസ്ഡ് ദാറ്റ് ദീസ് ഡയമെൻഷൻസ് വർ ബയോളജിക്കലി ബേസ്ഡ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇതെന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഐസങ്ങിൻ്റെ വർക്ക് എംഫസൈസ് ചെയ്യുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ജെനറ്റിക്സ് ആൻഡ് ബയോളജി ഇൻ ഷേപ്പിംഗ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. അതുപോലെ തന്നെ ഹി വാസ് എ കീ ഫിഗർ ഇൻ അഡ്വാൻസിങ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണ്. ഐസങ്ങിൻ്റെ ഹി കാറ്റഗറൈസ്ഡ് ട്രേറ്റ്സിനെ ഡെഫിനിറ്റ് ടൈപ്സ് ആയിട്ട് അദ്ദേഹം കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് ട്രേറ്റ് കം ടൈപ്പ് അപ്രോച്ച് എന്നറിയപ്പെടുന്നത്. അതായത് കോറിലേറ്റഡ് ട്രേറ്റ്സിനെ ഒരു സ്പെസിഫിക് പാറ്റേൺ ഓഫ് ബിഹേവിയറിലേക്ക് ലീഡ് ചെയ്യുന്ന കണക്റ്റഡ് ആയിട്ടുള്ള ട്രേറ്റ്സിനെയൊക്കെ അദ്ദേഹം ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ആ പാറ്റേൺസ് അനുസരിച്ച് അദ്ദേഹം ഒരാളുടെ പേഴ്സണാലിറ്റിയെ ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ന്യൂറോട്ടിക്, സ്റ്റബേൺ, സൈക്കോട്ടിക്, നോർമൽ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് 4 ഹൈറാർക്കിയൽ ലെവൽസ് ഓഫ് ബിഹേവിയറൽ ഓർഗനൈസേഷനിലാണ് വരുന്നത്. 4 ലെവൽസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആ 4 ലെവൽസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന് സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ. ഈ ഒരു ലെവലിൽ ഒരു കുട്ടി ചില പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ചില സ്പെസിഫിക് സിറ്റുവേഷനോട് ചില പെർട്ടിക്കുലർ റെസ്പോൺസസ് ആയിരിക്കും എക്സിബിറ്റ് ചെയ്യുക എന്നുള്ളത് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പറയാം സ്പെസിഫിക് റെസ്പോൺസ് ലെവലിൽ ഇപ്പം എല്ലാ ദിവസവും അച്ഛൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അമ്മ അച്ഛനെ വെൽക്കം ചെയ്യുന്ന ഒരു രീതി ഉണ്ടാകും. അത് കുട്ടി കണ്ട് മനസ്സിലാക്കുകയും അത് മിമിക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ഓക്കെ, അതാണ് സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനോട് ഒരു പെർട്ടിക്കുലർ റെസ്പോൺസ്. അടുത്തത് ഹാബിച്വൽ റെസ്പോൺസ് ലെവൽ. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസസ് ടു ഡിഫറെൻറ്റ് ബട്ട് സിമിലർ സിറ്റുവേഷൻ. ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ആയിരിക്കും, മറ്റേതിൽ സെയിം സിറ്റുവേഷൻ തന്നെയാണ്, ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ആയിരിക്കും, പക്ഷേ സിമിലർ സിറ്റുവേഷനിലായിരിക്കും. അതായത് ഒരു കുട്ടി ചില ഹാബിറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. അതായത് ഗസ്റ്റുകൾ വന്നാൽ ഗ്രീറ്റ് ചെയ്യുക, സ്ട്രേഞ്ചേഴ്സിനോട് സ്മൈൽ ചെയ്യുക, ഷേക്ക് ഹാൻഡ്സ് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. അതായത്
ഇപ്പോൾ സ്മൈൽ ചെയ്യാന്നുള്ളത് ഒരു ഈവൻ സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും എല്ലാവരോടും ആരെ കണ്ടാലും സ്മൈൽ ചെയ്യണം എന്നുള്ളത് ഒരു ഹാബിറ്റായിട്ട് മാറുകയാണ്. അതാണ് ഹാബിച്വൽ റെസ്പോൺസ് ലെവൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ട്രേറ്റ് ലെവൽ അല്ലെങ്കിൽ ജനറലൈസ്ഡ് റെസ്പോൺസ് ലെവൽ. ഈ ലെവലിൽ ഒരു കൺസിസ്റ്റൻറ്റ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ആയിരിക്കും ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ആണെങ്കിലും. അതായത് ദ ബേബി വിൽ ബി ഫ്രണ്ട്ലി, ദ ചൈൽഡ് വിൽ ബി ഫ്രണ്ട്ലി എല്ലാ കോണ്ടെക്സ്റ്റിലും, വെദർ സ്ട്രേഞ്ചേഴ്സ് ഓർ ഫെമിലർ പീപ്പിൾ. ഇനി അടുത്തത് ടൈപ്പ് ലെവൽ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ ലെവൽ. ഇതൊരു ഹയസ്റ്റ് ലെവൽ ഓഫ് പേഴ്സണാലിറ്റി ഓർഗനൈസേഷൻ ആണ്. ഇവിടെ തിങ്കിങ്, ഫീലിംഗ്, ബിഹേവിയറൽ സ്റ്റൈൽസ് എല്ലാം ഇൻ്റഗ്രേറ്റഡ് ആണ് അല്ലെങ്കിൽ കണക്റ്റഡ് ആണ്, അതുപോലെ തന്നെ സ്റ്റേബിൾ ആണ്. ഈ സ്റ്റേജിൽ ഒരു ഇൻഡിവിജ്വൽ എന്തായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവുക? വളരെ കൺസിസ്റ്റൻ്റ് ആൻഡ് യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. കാം ആയിരിക്കാം, ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണലി ബാലൻസ്ഡ് ആയിരിക്കാം. ഇത് ഏത് സിറ്റുവേഷൻ വന്നാലും ഇവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ഉള്ളത്. ഇതാണ് വേറൊരു ലെവൽ. അത് നമുക്ക് പേഴ്സണാലിറ്റി പല ലെവലിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 3 ഡയമെൻഷൻസ് ഓഫ് പേഴ്സണാലിറ്റിയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഇൻട്രോവേർഷൻ, എക്സ്ട്രോവേർഷൻ. അതായത് എക്സ്ട്രോവേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ടേമാണ്. എക്സ്ട്രോവേർട്ട് നമ്മൾ പറയില്ലേ, അതായത് ഹൈ ലെവലായിരിക്കാം, അതായത് ഹൈലി സോഷ്യൽ ആയിരിക്കും, ഔട്ട് ഗോയിങ് ആയിരിക്കും, എനർജറ്റിക് ഇൻഡിവിജ്വൽസ് ആയിരിക്കും, ഏത് സോഷ്യൽ സിറ്റുവേഷനിലും അവർ ജീവിച്ച് പോയിക്കോളും. അങ്ങനെയുള്ളവരെ നമുക്ക് എക്സ്ട്രോവേർട്ട് എന്ന് പറയാം. അതാണ് ഇവിടെ എക്സ്ട്രോവേർഷൻ. പിന്നെ ഇൻട്രോവേർഷൻ എന്ന് പറഞ്ഞാൽ ലോ എൻഡ്, ക്വയറ്റ് ആയിരിക്കും, ഇൻട്രോസ്പെക്റ്റീവ് ആയിരിക്കും, അതുപോലെ തന്നെ റിസർവ്ഡ് ആയിരിക്കും. അവരെപ്പോഴും ഏകാന്തത അല്ലെങ്കിൽ സോളിറ്റ്യൂഡ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും. സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഇൻട്രോവേർഷൻ അല്ലെങ്കിൽ ലോ എൻഡ് എന്ന് പറയാം. ഇനി നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആംബിവേർട്ട് എന്ന് പറയുന്ന ടേം, ഒരു മിക്സ്ചർ ഓഫ് ബോത്ത്. ചില സിറ്റുവേഷനിൽ ഇൻട്രോവേർട്ട് ആയിരിക്കും, ചില സിറ്റുവേഷനിൽ എക്സ്ട്രോവേർട്ട് ആയിരിക്കും. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ടേമാണ് കണ്ടിന്യൂം. ഇറ്റ്സ് എ സ്പെക്ട്രം വെർ മോസ്റ്റ് ഇൻഡിവിജ്വൽ എക്സിബിറ്റ് ട്രേറ്റ്സ് ഓഫ് ബോത്ത് വിത്ത് ഫ്യൂ ബീങ് പ്യുവർലി എക്സ്ട്രോവേർട്ടഡ് ഓർ ഇൻട്രോവേർട്ടഡ്. അതായത് ഇവിടെ പറയുന്നത് ഈ ആംബിവേർട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് തന്നെയാണ്. അതായത് മിക്കവാറും എല്ലാ ഇൻഡിവിജ്വലും തന്നെ ഈ 2 എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർഷൻ എന്നുള്ള ഈ 2 രീതികളും കാണിക്കും. പക്ഷേ ചില ഇൻഡിവിജ്വൽസ് മാത്രമാണ് നമുക്ക് പ്യുവർലി എക്സ്ട്രോവേർട്ടാണ്, ഏത് സിറ്റുവേഷനിലും എക്സ്ട്രോവേർട്ടായിട്ട് തന്നെ ആയിരിക്കും. ചില ഇൻഡിവിജ്വൽസ് എന്തായിരിക്കും, പ്യുവർലി ഇൻട്രോവേർട്ടഡ് തന്നെ ആയിരിക്കും. അവർ ഏത് സിറ്റുവേഷനിലും ഇൻട്രോവേർട്ട് തന്നെ ആയിരിക്കും. ഇനി രണ്ടാമതാണ് ന്യൂറോട്ടിസിസം അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി. ന്യൂറോട്ടിസിസം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ലോ എൻഡ്, ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ് ഇതിൻ്റെ ഹൈ എൻഡ്. അതായത് പോസിറ്റീവ് എന്നുള്ള രീതിയിലാണ് കേട്ടോ. ന്യൂറോട്ടിസിസം ലോ എൻഡ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരിക്കും ഇൻഡിവിജ്വൽസ്. ഇവർ മൂഡി ആയിരിക്കാം, ആങ്ഷ്യസ് ആയിരിക്കാം, റെസ്റ്റ്ലെസ് ആയിരിക്കാം. ഇനി അതിൻ്റെ ഹൈ എൻഡ് ആണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉള്ള ആളുകൾ എങ്ങനെയായിരിക്കും? കാം ആയിരിക്കും, നമുക്ക് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കാം, അവരുടെ ഇമോഷൻസും റിയാക്ഷൻസും കൺസിസ്റ്റൻ്റ് ആയിരിക്കാം. കണ്ടിന്യൂം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ ഇമോഷണലി അൺസ്റ്റേബിൾ ഇൻഡിവിജ്വൽസ് ആൻഡ് ദോസ് ഹു ആർ ഇമോഷണലി സ്റ്റേബിൾ. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളൊരു ഇതിനെയാണ് കണ്ടിന്യൂം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സൈക്കോട്ടിസം അല്ലെങ്കിൽ നോർമലിസം. സൈക്കോട്ടിസം ആണ് ഇതിൻ്റെ ലോ എൻഡ്, നോർമലിസം ആണ് ഹൈ എൻഡ്. സൈക്കോട്ടിസം എന്ന് പറയുന്നത് ചില മെൻ്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാവാം, ഇമ്പൾസീവ് ആയിരിക്കാം, ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ഒക്കെ കാണിക്കുന്നവരെ നമുക്ക് സൈക്കോട്ടിക്, നമ്മളിപ്പോൾ പറയില്ലേ സൈക്കോ എന്ന് പറയുന്നത് തന്നെയാണത്. നോർമലിസം എന്ന് പറയുന്നത് കുറച്ചുകൂടെ എമ്പത്തറ്റിക് ആയിരിക്കും, ബാക്കിയുള്ളവരോട് സഹാനുഭൂതിയുള്ള ആളുകളായിരിക്കാം, സോഷ്യലി അഡാപ്റ്റബിൾ ആയിരിക്കും, വെൽ അഡ്ജസ്റ്റഡ് ഇൻഡിവിജ്വൽ ആയിരിക്കാം. കണ്ടിന്യൂ പറയുന്നത് ഇറ്റ്സ് എ ഡിഫറൻസ്. അതായത് ചിലരുടെ മെൻ്റൽ ഡിസോർഡേഴ്സും മെൻ്റൽ അൺസ്റ്റേബിളും ആയിരിക്കും, മറ്റ് ചിലർ അങ്ങനെ ആയിരിക്കില്ല, ദേ വിൽ ഹാവ് നോർമൽ ബിഹേവിയർ എന്നുള്ളതാണ്. അപ്പോൾ ഐസിങ്ങിൻ്റെ ഫ്രെയിംവർക്കും പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കാനും ഈ കണ്ടിന്യൂത്തിൽ ആളുകളുടെ ബിഹേവിയർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അവരുടെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ വരുന്നത്. ഇനി ഫ്രോയിഡിൻ്റെ തിയറി മുതൽ ദാറ്റ് വിൽ ബി അനദർ വീഡിയോ. താങ്ക് യു.